ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് അൽക്കോബാർ നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ദമാമിലോട്ട് പോകുന്നൊരു യാത്രയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഒരു ബസ് സ്റ്റാൻഡ് എന്നൊന്നും പറയത്തില്ല, എന്നാലും ചെറിയൊരു ബസ് സ്റ്റോപ്പ് പോലെയാണ്. ഇവിടെയാണ് എല്ലാ ബസ്സും വന്ന് നിർത്തി ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എല്ലാം ഈ ഒരു സ്റ്റേഷനിൽ നിന്നാണ്. ഈ സ്റ്റേഷൻ അൽക്കോബാർ നോർത്ത് 1 എന്ന സ്റ്റേഷനാണിത്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ബസ് F6 എന്ന് പറഞ്ഞ ഈ ബസ്സിലാണ് നമ്മൾ അൽക്കോബാറിൽ നിന്ന് ദമാമിലോട്ട് യാത്ര ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ ബസ് സ്റ്റേഷൻ. ഈ നേരെ കാണുന്ന ടിക്കറ്റ് കൗണ്ടർ. ഈ ബസ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ആക്ച്വലി 3 വഴിയാണുള്ളത്. ഒന്ന് ഡെബിറ്റ് കാർഡിന് ഉണ്ട്, പിന്നെ ബസ് കാർഡ് ഉണ്ടാവും, പിന്നെ ബസ്സിൻ്റെ തന്നെ ഈസ്റ്റേൺ റീജിയൻ ബസ് ആപ്പ് ഉണ്ട്. അതിൽ QR കോഡ് ജനറേറ്റ് ചെയ്ത് അതുവഴി നമുക്ക് ആക്സസ് ചെയ്യാം. ഇതാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ബസ്. നല്ല ബസ്സാണ്, AC ടോപ്പ് ഫ്ലോറാണ്, നല്ല ബസ്സാണ്, കംഫർട്ടബിൾ സീറ്റിങ്ങും എല്ലാം നല്ലതാണ്. എന്തുകൊണ്ടും യാത്ര ചെയ്യാനൊക്കെ സൗകര്യത്തിനും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പാകത്തിനൊക്കെ ഉള്ള രീതിയിലാണ് ബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ നേരെ ദമാമിലോട്ട് യാത്ര ചെയ്യുകയാണ്. അൽക്കോബാർ ഒരു സാധാരണ സിറ്റിയാണ്, ഡെവലപ്പായി വരുന്ന ഒരു സ്റ്റേജിലോട്ടാണ്. അവിടെ നിന്ന് നമ്മൾ ദമാം പോലുള്ള ഒരു മെയിൻ സിറ്റിയിലോട്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. ഈ പോകുന്ന വഴിക്കാണ് എൻ്റെ ഓഫീസുള്ളത്. പിന്നെ ഇടതുവശത്ത് ഒരു ചെറിയ പാർക്ക് കാണാം. നമ്മൾ നേരെ ചെല്ലുന്നത് വഴി നേരെ ദമാമിലോട്ട് തന്നെയാണ്. ഇടയ്ക്ക് മൾട്ടിപ്പിൾ സ്റ്റോപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഹൈവേയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അൽക്കോബാറിൽ നിന്ന് ദമാമിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൊക്കെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ദമാമിലോട്ട് അടുത്തിരിക്കുകയാണ്. നമുക്കിതിനെ കാണാം. കുറച്ചുകൂടെ ഒക്കെയുള്ള ക്ലാസിക് ബിൽഡിങ്ങുകളും റിനോവേറ്റ് ചെയ്ത് നല്ല പുതിയ ബിൽഡിങ്ങുകളും ഒക്കെ ഇടതുവശത്തും വലതുവശത്തും കാണാം. പലയിടത്തും മക്കൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ദമാം എത്തിയിരിക്കുകയാണ്. എൻ്റെ സ്റ്റോപ്പ് എത്താറായി. ഞങ്ങൾക്ക് ദമാമിലോട്ട് അടുക്കുകയാണ്. ഞാനത് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങുകയാണ്. ഇത്രയും നേരം വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ താങ്ക്സ്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നത് ബൈ.